ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നോമ്പ് തുറക്ക് ഒരു അടിപൊളി സ്നാക്കായാലോ. ബാസ്ക്കറ്റ് പക്കോടയാണ് ഐറ്റം. 3 ലെയറോട് കൂടിയ ഈ ബാസ്ക്കറ്റ് പക്കോടയുടെ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ആദ്യം തന്നെ ബാസ്ക്കറ്റ് ഉണ്ടാക്കാനായി മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. കുറേശ്ശായി ചേർത്ത് മാവ് കുഴച്ചെടുക്കാം. ഏകദേശം 3/4 കപ്പ് വെള്ളമാണ് കുഴച്ചെടുക്കാൻ ആവശ്യമായി വന്നത്. പിന്നെ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ പരുവത്തിൽ തന്നെ നല്ല മയം വരുന്നത് വരെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായി ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം, 4 ചുവന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില. ഇനി ഇത് മൂടി വെച്ച് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഒന്നാമത്തെ ഫില്ലിംഗ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സബോള ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സബോളയും വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ച 1/4 കപ്പ് കാപ്സിക്കവും മല്ലിയിലയുമാണ്. ഇവ ചേർത്തിളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ചേരുവകളെല്ലാം വാടി വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് പുഴുങ്ങിയെടുത്ത് ഉടച്ചെടുത്ത 2 ഉരുളൻകിഴങ്ങും 200 ഗ്രാം അളവിലുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത് അടർത്തിയതുമാണ്. ഇവ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഉരുളൻകിഴങ്ങ് ഉപ്പ് ചേർത്ത് ആവി കൊടുത്ത് വേവിച്ചെടുത്തതാണ്. അതുപോലെ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും സോയ സോസും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തതാണ്. ഇപ്പോൾ ചേരുവകളെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഫില്ലിംഗ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാസ്ക്കറ്റ് റെഡിയാക്കിയെടുക്കാം. കുഴച്ചെടുത്ത മാവ് നല്ല നൈസായി റോളർ വെച്ച് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പൂരി വലിപ്പത്തിൽ ഒരു ബൗൾ വെച്ച് കട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഉരുളകളാക്കി പരത്തിയെടുക്കുന്നത് എളുപ്പമാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ അടിയിൽ അല്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുത്ത മാവ് ഇതുപോലെ ഗ്ലാസിന് താഴെ ഭാഗത്ത് വെച്ച് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ബാസ്ക്കറ്റ് ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ചട്ടി ചൂടാക്കി പൊരിക്കാൻ ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഗ്ലാസ് ഇറക്കി വെക്കാം. പിന്നെ ഗ്ലാസ് എണ്ണയിൽ വെച്ച് ഉടനെ തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. 1 മിനിറ്റ് ഗ്ലാസ് അങ്ങനെ തന്നെ എണ്ണയിൽ വെക്കണം. പിന്നീട് മാവ് ഗ്ലാസ്സിൽ നിന്ന് തനിയെ വേർപെട്ടു വരുന്നതാണ്. ഇനി ഇത് 2 വശവും ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ കംപ്ലീറ്റായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയറായി വെച്ച് കൊടുക്കുന്നത് ഉരുളൻകിഴങ്ങ് ചിക്കൻ ഫില്ലിംഗ് ആണ്. ഇതൊരു 1/4 ഭാഗം ഫിൽ ചെയ്യാം. ഇപ്പോൾ കംപ്ലീറ്റായി ഉരുളൻകിഴങ്ങ് ഫില്ലിംഗ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നാളികേര ചമ്മന്തി ചേർത്ത് കൊടുക്കാം. നാളികേര ചമ്മന്തി ചേർത്തതിന് ശേഷം മയോണൈസും ടൊമാറ്റോ സോസും ചേർത്ത് ഫിൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് പക്കോട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റിയായി ഈ പക്കോട നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.